ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സെക്യൂരിറ്റി അനാലിസിസ് ആണ്. സെക്യൂരിറ്റി അനാലിസിസ് ഇസ് ദി പ്രോസസ് ഓഫ് ഡിസൈഡിങ് വിച്ച് സെക്യൂരിറ്റീസ് വുഡ് ബി ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നല്ല ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റീസ് ഡിസൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ദ എൻറ്റയർ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് റിട്ടേൺ ആൻഡ് റിസ്ക് ഫോർ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ഈസ് നോൺ ആസ് സെക്യൂരിറ്റി അനാലിസിസ്. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേൺ ആൻഡ് റിസ്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനെയും സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയാം. അതായത് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി ഏതാണെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെയും റിട്ടേൺ ആൻഡ് റിസ്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനെയും സെക്യൂരിറ്റി അനാലിസിസ് എന്നാണ് പറയുക. മീനിങ് ദ എൻറ്റയർ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് റിട്ടേൺ ആൻഡ് റിസ്ക്. എസ്റ്റിമേറ്റിംഗ് റിട്ടേൺ ആൻഡ് റിസ്ക് ഫോർ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്. സെൻറ്റൻസ് ഓർത്ത് വെക്കുക. ദ എൻറ്റയർ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് റിട്ടേൺ ആൻഡ് റിസ്ക് ഫോർ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ഈസ് നോൺ ആസ് സെക്യൂരിറ്റി അനാലിസിസ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ബേസ്ഡ് ഓൺ സെക്യൂരിറ്റി അനാലിസിസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റി അനാലിസിസിൻ്റെ ബേസിലാണ്. പോർട്ട്ഫോളിയോ അനാലിസിസ് ബിഗിൻസ് വെൻ സെക്യൂരിറ്റി അനാലിസിസ് എൻഡ്. സെക്യൂരിറ്റി അനാലിസിസ് അവസാനിക്കുന്നിടത്താണ് പോർട്ട്ഫോളിയോ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങളാണ് സെക്യൂരിറ്റി അനാലിസിസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. പ്രധാനമായിട്ടും അതിൻ്റെ ആ ഒരു മീനിങ് ആണ് പ്രോസസ് ഓഫ് ഡിസൈഡിങ് വിച്ച് സെക്യൂരിറ്റീസ് വുഡ് ബി ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ദ എൻറ്റയർ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് റിട്ടേൺ ആൻഡ് റിസ്ക് ഫോർ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ഈസ് നോൺ ആസ് സെക്യൂരിറ്റി അനാലിസിസ്. സെക്യൂരിറ്റി അനാലിസിസിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് എസ്റ്റിമേഷൻ ഓഫ് റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് എ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി എന്നുള്ളതാണ്. റിട്ടേൺ ആൻഡ് റിസ്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ റിട്ടേണിനെ കുറിച്ചാണ് പറയുന്നത്. റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മേ ബി ബിക്കോസ് ഓഫ് ഇൻകം, ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓർ എ പോസിറ്റീവ് ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ. അതായത് ഈ റിട്ടേൺ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ സെക്യൂരിറ്റീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം, അത് ഇപ്പം ബോണ്ടോ അല്ലെങ്കിൽ ഡിബഞ്ചറൊക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഷെയറൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡിവിഡൻ്റ് ആയിരിക്കും. ഇങ്ങനെ ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റോ അതല്ലെങ്കിൽ ഡിവിഡൻ്റൊക്കെ ആയിരിക്കും. ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് സാധാരണ സെക്യൂരിറ്റിക്ക് ഉണ്ടാവുന്ന അതിൻ്റെ പ്രൈസിലുണ്ടാവുന്ന ഇൻക്രീസ് ആണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ പോസിറ്റീവ് ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ ആണ്. അതായത് സെക്യൂരിറ്റീസിനൊക്കെ ഇൻഫ്ലേഷൻ്റെ കാരണം കൊണ്ടുണ്ടാവുന്ന പോസിറ്റീവ് ഹെഡ്ജാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു സെക്യൂരിറ്റിയുടെ ഇൻകം അതല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയാൻ പറ്റും. അപ്പോൾ റിട്ടേൺ എന്നത് ഉദ്ദേശിക്കുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മേ ബി ബിക്കോസ് ഓഫ് ഇൻകം, ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓർ എ പോസിറ്റീവ് ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ. ഇനി ഇതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫോർമുലയുണ്ട്. റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ ടു ആനുവൽ ഇൻകം. ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആയിട്ടോ ഡിവിഡൻ്റ് ആയിട്ടോ കിട്ടുന്നതാണ് ആനുവൽ ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലസ് പ്രൈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ മൈനസ് പ്രൈസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ. ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിയുടെ ബിഗിനിങ്ങിലുള്ള പ്രൈസും അതുപോലെ എൻഡിലുള്ള പ്രൈസിൽ നിന്ന് ബിഗിനിങ്ങിലുള്ള പ്രൈസ് മൈനസ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ പ്രൈസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ. സെക്യൂരിറ്റിയുടെ ബിഗിനിങ്ങിലുള്ള പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെയാണ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. മേ ബി ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാം. റേറ്റ് ഓഫ് റിട്ടേൺ ഒരു സെക്യൂരിറ്റിയുടെ കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ട് റേറ്റ് ഓഫ് റിട്ടേൺ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യന് ഞാൻ ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു കുറച്ച് ഫാക്റ്റുകളാണ്. പ്രൈസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ ഒരു ഇക്വിറ്റി ഷെയറുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. പ്രൈസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ ₹500 ആണ്. ഡിവിഡൻറ്റ് പെയ്ഡ് ടുവേർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ₹25 ആണ്. പ്രൈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ 600 ആണ്. അപ്പോൾ സെക്യൂരിറ്റിയുടെ ഇക്വിറ്റി ഷെയറിൻ്റെ തുടക്കത്തിലുള്ള അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 500 ആണ്, അവസാനത്തിൽ 600 ആണ്. ആ വർഷം കൊടുത്ത ഡിവിഡൻറ്റ് 25 ആണ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് റേറ്റ് ഓഫ് റിട്ടേൺ കാണാൻ നോക്കാം. റേറ്റ് ഓഫ് റിട്ടേൺ കാണാനുള്ള ഫോർമുല ഇൻകം പ്ലസ് പ്രൈസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ മൈനസ് പ്രൈസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ ഡിവൈഡഡ് ബൈ പ്രൈസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ എന്നുള്ളതാണ്. അപ്പോൾ ഇൻകം 25 ആണ്. അതായത് ഡിവിഡൻ്റ് ആണ് ഇവിടുത്തെ ഇൻകം എന്ന് പറയുന്നത് 25 പ്ലസ് 600 മൈനസ് 500. എൻഡിലുള്ള പ്രൈസ് 600, ബിഗിനിങ്ങിൽ 500 ഡിവൈഡ് ബൈ 500. അതിൻ്റെ ആൻസർ നമുക്കപ്പോൾ 25% എന്നാണ് ആൻസർ. റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ ആൻസറായിട്ട് വരിക. റേറ്റ് ഓഫ് റിട്ടേൺ രണ്ട് കോമ്പോണൻസുകളുണ്ട്. അതിൽ രണ്ട് കോമ്പോണൻസിൽ ഒന്ന് കറൻറ്റ് ഈൽഡും മറ്റൊന്ന് ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ഈൽഡുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഒരു ഫോർമുല പറഞ്ഞു, ആ ഫോർമുലയെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റാക്കി എഴുതാണ്. ഒന്നാമത്തെ കോമ്പൗണ്ട് കറൻറ്റ് ഈൽഡായിട്ടും രണ്ടാമത്തെ കോമ്പൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ഈൽഡായിട്ടും. അപ്പോൾ ആ ഫോർമുലയിൽ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആനുവൽ ഇൻകം ഡിവൈഡ് ബൈ പ്രൈസ് അറ്റ് ദി ബിഗിനിങ്, അതാണ് ഒരു കോമ്പോണൻറ്റ്.
പ്ലസ് നെക്സ്റ്റ് കോമ്പൗണ്ട് ആയിട്ട് വരുന്നത് പ്രൈസ് അറ്റ് ദി എൻഡ് മൈനസ് പ്രൈസ് അറ്റ് ദി ബിഗിനിങ് ഡിവൈഡ് ബൈ പ്രൈസ് അറ്റ് ദി ബിഗിനിങ്. അത് നെക്സ്റ്റ് കോമ്പൗണ്ട് ആയിട്ട് എഴുതുന്നു. അപ്പോൾ ആദ്യത്തെ ആ ഒരു കോമ്പൗണ്ട് ആനുവൽ ഇൻകം ഡിവൈഡ് ബൈ പ്രൈസ് അറ്റ് ദി ബിഗിനിങ് എന്നുള്ളതാണ് കറൻറ്റ് ഈൽഡ് ആയിട്ട് വരുന്നത്. ദെൻ രണ്ടാമത്തെ കോമ്പോണൻറ്റ് പ്രൈസ് അറ്റ് എൻഡ് മൈനസ് പ്രൈസ് അറ്റ് ബിഗിനിങ് ഡിവൈഡ് ബൈ പ്രൈസ് അറ്റ് ബിഗിനിങ് എന്നുള്ളത് രണ്ടാമത്തെ കോമ്പോണൻറ്റ്, അതായത് ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ഈൽഡ് എന്നറിയപ്പെടുന്നു. ഇനി നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിളിൻ്റെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പാർട്ടായിട്ട് വരുന്നത് ആനുവൽ ഇൻകം 25, അതായത് ഡിവിഡൻറ്റ് 25 ഡിവൈഡഡ് ബൈ പ്രൈസ് അറ്റ് ദി ബിഗിനിങ് എന്നുള്ളത് 500. അതാണ് ഫസ്റ്റ് കോമ്പോണൻറ്റ്. 25 ഡിവൈഡ് ബൈ 500 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. അപ്പോൾ ആ 5 എന്നുള്ളത് അത് 5% എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് 600 മൈനസ് 500 ഡിവൈഡ് ബൈ 500 എന്നുള്ളത് 20 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 20%. അപ്പോൾ ഇവിടെ കറണ്ട് ഈൽഡ് 5%, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ഈൽഡ് 20%, രണ്ടും കൂടി പ്ലസ് ചെയ്ത് 25%. നമുക്ക് ആദ്യം കിട്ടിയ ആൻസറിലേക്ക് തന്നെ പോകും. 25% എന്നുള്ളതാണ് ഇവിടുത്തെ റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളത്. ഈ റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ രണ്ട് കോമ്പോണൻസ് ആണ് കറണ്ട് ഈൽഡും ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ഈൽഡ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി അനാലിസിൽ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് റിസ്കിനെ കുറിച്ചാണ്. ഇപ്പോൾ സെക്യൂരിറ്റി അനാലിസിസ് നമ്മൾ പറഞ്ഞ എസ്റ്റിമേഷൻ ഓഫ് റിട്ടേൺ ആൻഡ് റിസ്ക് ആയിരുന്നു. റിട്ടേണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ റിസ്കിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. ടൈപ്സ് ഓഫ് റിസ്ക് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. റിസ്കിൻ്റെ ടൈപ്പായിട്ട് പറയുന്നത് ഒന്ന് സിസ്റ്റമാറ്റിക് റിസ്ക്കും മറ്റേത് അൺസിസ്റ്റമാറ്റിക് റിസ്ക്കുമാണ്. ഈ സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ ടൈപ്പായിട്ട് നമുക്ക് പറയുന്നതാണ് മാർക്കറ്റ് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, പർച്ചേസിങ് പവർ റിസ്ക്. അതുപോലെ തന്നെ അൺസിസ്റ്റമാറ്റിക് റിസ്കിൽ വരുന്ന ഫാക്ടേഴ്സാണ്, അല്ലെങ്കിൽ അൺസിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ ടൈപ്പാണ് ബിസിനസ് റിസ്ക്, ഫൈനാൻഷ്യൽ റിസ്ക്, ഡീഫാൾട്ട്, ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഓരോന്നും ജസ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. ടൈപ്പ് ഓഫ് റിസ്കിൽ നമ്മൾ പറഞ്ഞു സിസ്റ്റമാറ്റിക് റിസ്ക്കും ഉണ്ട് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ദാറ്റ് പോർഷൻ ഓഫ് വേരിയേഷൻ ഇൻ റിട്ടേൺ കോസ്ഡ് ബൈ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ദി പ്രൈസ് ഓഫ് ഓൾ സെക്യൂരിറ്റീസ്. എല്ലാ സെക്യൂരിറ്റീസിൻ്റെയും പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ ആ ഒരു കാരണം കൊണ്ട് റിട്ടേണിൽ ഉണ്ടാവുന്ന വേരിയേഷൻ്റെ ഒരു പോർഷനെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇവിടെ സംഭവം ഇത്രയേ ഉള്ളൂ, എല്ലാ സെക്യൂരിറ്റീസിൻ്റെയും പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന റിട്ടേണിലുള്ള വേരിയേഷനെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഡ്യൂ ടു ദി റെസ്പോൺസ് ടു ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസ്, പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടും ഇക്കണോമിക്കലായിട്ടും ഉണ്ടാവുന്ന ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവുന്ന കാരണങ്ങൾക്കാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് കനോട്ട് ബി അവോയ്ഡഡ്, ദാറ്റ് ഇസ് അൺകൺട്രോളബിൾ. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അൺകൺട്രോളബിൾ ആണ്, കനോട്ട് ബി അവോയ്ഡഡ് ആണ്. നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയാത്ത റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. കാരണം എല്ലാ സെക്യൂരിറ്റീസിനെയും അഫക്റ്റ് ചെയ്യുന്നതാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് റിലേറ്റ്സ് ടു ഇക്കണോമിക് ട്രെൻഡ്സ് ടു വിച്ച് അഫക്റ്റ് ദി ഹോൾ മാർക്കറ്റ്. മൊത്തം മാർക്കറ്റിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇക്കണോമിക് ട്രെൻഡാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അൺകൺട്രോളബിൾ ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്കിലെ കുറച്ച് ടൈപ്സുകൾ പറഞ്ഞിരുന്നു. മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക് അറൈസസ് ഔട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന റിസ്കിനെയാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. പ്രഷേഴ്സ് ഇൻ ദി മാർക്കറ്റ് ഫോളോയിങ് ദി ചേഞ്ചിങ് ഫ്ലോ ഓഫ് ന്യൂസ് ഓർ എക്സ്പെക്റ്റേഷൻസ്. അതായത് എക്സ്പെക്റ്റേഷൻസ് മൂലം അല്ലെങ്കിൽ പലതരത്തിലുള്ള ന്യൂസ് മൂലം ഒരു ചേഞ്ചസ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം ഉണ്ടാകുന്ന റിസ്കിനെയാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് അറൈസസ് ഔട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, പ്രഷേഴ്സ് ഇൻ ദി മാർക്കറ്റ് ഫോളോയിങ് ദി ചേഞ്ചിങ് ഫ്ലോ ഓഫ് ന്യൂസ് ഓർ എക്സ്പെക്റ്റേഷൻസ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഡ്യൂ ടു വേരിയേഷൻ ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യാം. ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്ന സെക്യൂരിറ്റി പ്രൈസിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ സെക്യൂരിറ്റി പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂലം ഉണ്ടാകുന്ന ആ ഒരു റിസ്കിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന വൊളാറ്റിലിറ്റി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് വൊളാറ്റിലിറ്റി മൂലം ഉണ്ടാകുന്ന റിസ്കിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പർച്ചേസിംഗ് പവർ റിസ്ക് ആണ്. പർച്ചേസിംഗ് പവർ റിസ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി അൺസർട്ടനിറ്റി ഓഫ് ദി പർച്ചേസിംഗ് പവർ ഓഫ് ദി എമൗണ്ട്സ് ടു ബി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ ഡ്യൂ ടു ബോത്ത് ദി ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ. ഇൻഫ്ലേഷൻ കൊണ്ടോ ഡിഫ്ലേഷൻ കൊണ്ടോ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പണത്തിൻ്റെ പർച്ചേസിംഗ് പവറിൽ ഉണ്ടാകുന്ന ഒരു അൺസർട്ടനിറ്റി മൂലം ഉണ്ടാകുന്ന റിസ്കിനെയാണ് പർച്ചേസിംഗ് പവർ റിസ്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇൻഫ്ലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ പീരീഡിൽ പണത്തിൻ്റെ പർച്ചേസിംഗ് പവർ കുറയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഡിഫ്ലേഷൻ്റെ സമയത്ത് പർച്ചേസിംഗ് പവർ കൂടുകയാണ് ചെയ്യുക. ഈ ഒരു അൺസർട്ടനിറ്റി മൂലം പർച്ചേസിംഗ് പവർ റിസ്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത്.
അടുത്ത നമ്മൾ പറയുന്നത് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദി പോർഷൻ ഓഫ് ദി റിസ്ക് വിച്ച് ഈസ് കോസ്ഡ് ഡ്യൂ ടു ഫാക്ടേഴ്സ് യുണീക്ക് ഓർ റിലേറ്റഡ് ടു എ ഫേം ഓർ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിയുമായി, ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയുമായി മാത്രം റിലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഫേമുമായി മാത്രം റിലേറ്റ് ചെയ്യുന്ന യുണീക്ക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാവുന്ന റിസ്കിനെയാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഈ അൺസിസ്റ്റമാറ്റിക് റിസ്ക് കൺട്രോളബിൾ ആണ്. കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന റിസ്കിനെയാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. കാരണം അതൊരു പർട്ടിക്കുലർ ഫേമുമായി മാത്രം ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് ഒരു പരിധി വരെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ ആ ഒരു യുണീക്ക് ഫാക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു ഫേമുമായി ബന്ധപ്പെട്ട ലേബർ പ്രോബ്ലംസോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പോളിസീസോ അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റ് പോളിസിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് പവറോ ഈ രീതിയിൽ ഒരു ഫേമുമായോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുമായോ ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സ് മൂലം ഉണ്ടാകുന്ന റിസ്കിനെയാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഈ അൺസിസ്റ്റമാറ്റിക് റിസ്കിൽ നമ്മൾ കുറച്ച് ടൈപ്സ് പറഞ്ഞിരുന്നു. അതിൽ ബിസിനസ് റിസ്ക്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ റിസ്ക്, അതുപോലെ തന്നെ ഡീഫോൾട്ട് ക്രെഡിറ്റ് റിസ്ക്, ഇങ്ങനെ ടൈപ്പ് പറഞ്ഞിരുന്നു. അതും കൂടി നമുക്ക് നോക്കാം. അൺസിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ ഒരു ഫാക്ടറാണ് നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ അൺസിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ ഒരു ടൈപ്പാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ബിസിനസ് റിസ്ക് ക്യാൻ ബി ഇൻറ്റേർണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ. ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ബിസിനസ് റിസ്ക് ഉണ്ടാവാം. ഇൻറ്റേർണൽ റിസ്ക് ഈസ് കോസ്ഡ് ഡ്യൂ ടു ഇംപ്രോപ്പർ പ്രൊഡക്റ്റ് മിക്സ്, നോൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ആബ്സെൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എറ്റ്സെട്ര. അപ്പോൾ ഒരു ഫേമുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ ആ ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഇംപ്രോപ്പർ പ്രൊഡക്റ്റ് മിക്സോ നോൺ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് കൊണ്ടോ അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകുന്ന റിസ്കിനെയാണ് ഇൻറ്റേർണൽ റിസ്ക്, അതായത് ബിസിനസ് റിസ്കിൻ്റെ ഇൻറ്റേർണൽ ആയിട്ട് വരുന്ന റിസ്ക് ആയിട്ട് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ റിസ്ക് എന്ന് പറയുന്നത് റിസ്ക് അറൈസസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് സ്ട്രെസ്ഡ് അപ്പോൺ ദി ഫേം വിച്ച് ആർ ബിയോണ്ട് ഇറ്റ്സ് കൺട്രോൾ. ഫേമിൻ്റെ കൺട്രോളിന് അപ്പുറത്ത് ഉണ്ടാവുന്ന ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ വരുന്ന മാറ്റങ്ങളാണ് എക്സ്റ്റേണൽ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് കൺട്രോൾ മൂലം അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ലോയിലുണ്ടാവുന്ന ചേഞ്ചസ് മൂലം നമ്മുടെ ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ വരുന്ന മാറ്റങ്ങളാണ്, ആ ഒരു മാറ്റം കൊണ്ട് വരുന്ന റിസ്കിനെയാണ് എക്സ്റ്റേണൽ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് റിസ്ക് ഇൻറ്റേർണൽ റിസ്ക്കും ഉണ്ട്, എക്സ്റ്റേണൽ റിസ്ക്കും ഉണ്ട്. ഇൻറ്റേർണൽ ബിസിനസ് റിസ്ക് ബിസിനസ്സിൻ്റെ കൺട്രോളിൻ്റെ ഉള്ളിൽ വരുന്ന ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ വരുന്ന ചേഞ്ചിനെയാണ് ബിസിനസ് റിസ്കിനെ ഇൻറ്റേർണൽ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. എന്നാൽ ബിസിനസ്സിൻ്റെ കൺട്രോളിന് പുറത്തുള്ള ഒരു ഫാക്ടർ മൂലം നമ്മുടെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ വരുന്ന ചേഞ്ചസിനെയാണ് എക്സ്റ്റേണൽ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫൈനാൻഷ്യൽ റിസ്ക് ആണ്. ഫൈനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഫൈനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റലും ഡെപ്റ്റ് ക്യാപിറ്റലും യൂസ് ചെയ്യാറുണ്ട്. ഒരു കമ്പനി ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യുമ്പോഴാണ് അവിടെ ഫൈനാൻഷ്യൽ റിസ്ക് ഉണ്ടാകുന്നത്. അതായത് ഈ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത്. എത്രത്തോളം ഡെപ്റ്റ് യൂസ് ചെയ്യുന്നോ അത്രയുമാണ് ആ ഒരു കമ്പനിയുടെ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഡെപ്റ്റ് ഫൈനാൻസിങ്ങുമായി ഡിപ്പെൻഡ് ചെയ്താണ്. ഒരു കമ്പനിക്ക് ഡെപ്റ്റ് ഫൈനാൻസിങ് ഇല്ലെങ്കിൽ ആ കമ്പനിക്ക് ഫൈനാൻഷ്യൽ റിസ്ക് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അപ്പോൾ അതിൽ ഫൈനാൻഷ്യൽ റിസ്ക്കുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കേണ്ടത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ കമ്പനി വിത്ത് നോ ഡെപ്റ്റ് ഫൈനാൻസിങ് ഹാസ് നോ ഫൈനാൻഷ്യൽ റിസ്ക്. ഫൈനാൻഷ്യൽ റിസ്ക് ഡിപ്പെൻഡ്സ് ഓൺ ദി ലിവറേജ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ക്രെഡിറ്റ് ഓർ ഡീഫോൾട്ട് റിസ്ക് ആണ്. ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ദി പ്രോബബിലിറ്റി ഓഫ് മീറ്റിംഗ് വിത്ത് എ ഡീഫോൾട്ട്. ദാറ്റ് ഇസ് മീൻസ് പ്രോബബിലിറ്റി ദാറ്റ് എ ബോറോവർ ഫെയിൽസ് ടു മേക്ക് ഫുൾ ആൻഡ് ടൈംലി പേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ്. അതായത് ഒരു ബോറോവർ പ്രിൻസിപ്പൽ എമൗണ്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എമൗണ്ടോ ടൈംലി പേയ്മെൻറ്റ് നടത്തുന്നതിൽ ഫെയിൽ ആവുന്നതിനുള്ള പ്രോബബിലിറ്റിയാണ് അല്ലെങ്കിൽ ആ ഒരു പോസിബിലിറ്റി ഓഫ് ലോസിനെയാണ് ക്രെഡിറ്റ് ഓർ ഡീഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത്. ദെൻ അതിൽ പറയുന്നുണ്ട് ദ പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് റിസ്ക് റെഡ്യൂസസ് ദി ചാൻസ് ഓഫ് നോൺ പേയ്മെൻറ്റ് ഓഫ് ലോൺ ബൈ ബോറോവേഴ്സ്. ആ ഒരു പ്രോപ്പർ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ക്രെഡിറ്റ് റിസ്കിൻ്റെ പ്രോപ്പർ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ ബോറോവേഴ്സിനുള്ള ലോൺ റീപേയ്മെൻറ്റ് നമുക്ക് ആ ഒരു ചാൻസ് ഓഫ് നോൺ പേയ്മെൻറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡീഫോൾട്ട് റിസ്ക് എന്ന് പറയുന്ന സംഭവത്തേ ഉള്ളൂ. ഡീഫോൾട്ട് റിസ്ക് ഓൾസോ കോൾഡ് ഡീഫോൾട്ട് പ്രോബബിലിറ്റി ദാറ്റ് എ ബോറോവർ ഫെയിൽസ് ടു മേക്ക് ഫുൾ ആൻഡ് ടൈംലി പേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ്.